ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീര കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ചീര കൊണ്ടാണ് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. 2 ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇത് വേവിച്ചിട്ട് ഉടച്ച് വെക്കുക. പിന്നെ കുറച്ച് ചീര ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. ചീര ഒന്ന് വാടി വരുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ചീരയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 കോഴിമുട്ട ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് കട്ട്ലേറ്റ് അതിലിട്ടിട്ട് ഒന്നിങ്ങനെ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കുക്കായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ആണല്ലോ. അപ്പോൾ കൂടുതൽ നേരമൊന്നും കുക്ക് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് ഇത് കോരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചീര കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.